ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ 4th ചാപ്റ്റർ ആയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അല്ലെ, അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് പഠിച്ചു. അപ്പൊ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് നമുക്ക് എല്ലാത്തിനും എന്താകുന്നില്ല, സൂട്ടബിൾ ആവാൻ കഴിയുന്നില്ല. ചിലതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് പറ്റില്ല, എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ വേറൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും. ആ ഇക്വേഷൻ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത്. അല്ലെ, ഇവിടെ രണ്ട് സെക്ഷൻ ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ് സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ടു ആൻസേഴ്സ്, അതേപോലെ ഇക്വേഷൻ ആൻഡ് പോളിനോമിയൽ എന്ന രണ്ട് സെക്ഷൻ ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ രണ്ടിനും ഒരേപോലെ തന്നെയാണ് പോകുന്നത്. അപ്പോ ഇവിടെ ഓർത്തു വെക്കേണ്ടത്, നമ്മൾ എന്താണ്, ഒരു പോളിനോമിയലിലേക്കാണ് പോകുന്നത്. പോളിനോമിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ എന്താണ് പോളിനോമിയലിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ലെ, പോളിനോമിയൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്ന പോളിനോമിയൽ ജനറൽ ഫോർമാറ്റ് അല്ലെ, ax+b ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് പഠിച്ചിരുന്നു. അല്ലെ, ഇവിടെ എന്തായിരിക്കണം, പോളിനോമിയൽ a നോട്ട് ഈക്വൽ ടു എന്തായിരിക്കണം, 0 ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇനി അതേപോലെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ എഴുതിയിരുന്നത് എങ്ങനെയായിരുന്നു, ax² + bx+c എന്ന് പറഞ്ഞിരുന്നു. a നോട്ട് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എവിടെ പറഞ്ഞിരുന്നു, അല്ലെ, 9th സ്റ്റാൻഡേർഡില് പോളിനോമിയൽ എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു. അല്ലെ, തേർഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ. അല്ലെ, എന്തായിരുന്നു, ax³ + bx² + cx + d. അവിടെ a നോട്ട് ഈക്വൽ ടു 0. അപ്പൊ a ന്റെ വാല്യൂ ആൾവേസ് 0, അഥവാ ഏറ്റവും ഹയസ്റ്റ് പവർ വരുന്ന അവിടെ എന്തായിരിക്കണം, a ന്റെ വാല്യൂ 0 ആകാൻ പാടില്ല. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു പോളിനോമിയലിനെ നമ്മൾ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഒന്ന് മായ്ച്ചു കളയാണ്. അപ്പൊ എന്താണ് പോളിനോമിയൽ ഒക്കെ എന്ന് പറഞ്ഞു. നമ്മൾ ഇനി ഈ പോളിനോമിയലിന്റെ അകത്ത് എക്സ് എന്ന് കിടക്കുന്നുണ്ട്. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അല്ലെ, എങ്ങനെയായിരുന്നു, x² + 7x + 12 ഈക്വൽ ടു അല്ലെ എന്ന് കിട്ടും. ഞാൻ ഈക്വൽ ടു 0 ആക്കി ഒരു ഇക്വേഷൻ ഫോമിലാക്കി എഴുതി, ഈക്വൽ ടു 0 എന്നാക്കി. ഇനി ഇവിടെ എന്ത് ചെയ്യാണ്, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ പഠിച്ച കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ആണ് പഠിച്ചിരുന്നത്. ചില ക്വസ്റ്റ്യൻ നമുക്ക് എന്താൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ആക്കാൻ പറ്റാത്ത കേസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് ടൈപ്പ് ഉണ്ടാവും. കംപ്ലീറ്റ് സ്ക്വയർ ആക്കാൻ പറഞ്ഞിട്ടും രീതിയിൽ ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെ തിരിച്ചറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മെൻഷൻ ചെയ്യാറുണ്ട് യൂസിങ് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയാറുണ്ട്. അപ്പൊ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് മാത്രം ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ അത് സോൾവ് ചെയ്യുക. ഇനി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, സോൾവ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്ന അല്ലെ ആ ഇക്വേഷൻ ഉപയോഗിച്ചും എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. അത് നമ്മളെ ചോയ്സിലേക്ക് വിട്ടുതരും. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. അതിൽ യൂസിങ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ നേരെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്, സെക്ഷനിലേക്ക് കടക്കുകയാണ്. എന്താണ് പറയുന്നത്, ഫസ്റ്റ് ഇനി പോളിനോമിയൽ ഇൻ ദി പോളിനോമിയൽ p of x equal to ax² + bx + c. ഞാൻ പറഞ്ഞ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ചെയ്തു. a not equal to 0, the number to take x we get. ഇപ്പൊ x കിട്ടാനുള്ള മാർഗം p of x equal to 0 എന്ന് എഴുതി. x ന്റെ വാല്യൂ അഥവാ ഈ p of x 0 ആകുമ്പോൾ നമ്മൾ ഈ ഈക്വൽ ടു 0 ആക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് p of x എന്താക്കി 0 ആക്കി. x എന്ന് പറഞ്ഞാൽ -b + or - √b² - 4ac/2a. അപ്പൊ എന്താണ് x കാണുന്ന ഇക്വേഷൻ, -b + or - b² - 4ac/2a. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് എടുത്തു. അവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² കോഎഫിഷ്യന്റ് 1, ഇനി x എന്നതിന്റെ കോഎഫിഷ്യന്റ് ആണ് b എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ b equal to 7, c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് 2, 12. അപ്പൊ x² കോഎഫിഷ്യന്റ് ആണ് a, അപ്പൊ a equal to 1, x ന്റെ കോഎഫിഷ്യന്റ് ആണ് b equal to 7, പിന്നെ അല്ലെ x ഇല്ലാത്ത ടേം അഥവാ കോൺസ്റ്റന്റ് ടേമിനെ എന്ത് പറയുന്നത്, c എന്ന് പറയുന്നത് 12 ആണ് എന്ന് കിട്ടി. ഇനി ഇതിന്റെ നാച്ചർ പറയാൻ പോവുകയാണ്. നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിലൊക്കെ പറയുന്നത് ചിലപ്പോൾ 2 ഇക്വേഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്, ഇപ്പൊ 1 സൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്ത് പറയാം 2 സൊല്യൂഷൻ ഉണ്ട്, 1 സൊല്യൂഷൻ ഉണ്ട്, നോ സൊല്യൂഷൻ ഒക്കെ പറയാറുണ്ട്. അപ്പൊ അത് തീരുമാനിക്കുന്നത് നമ്മളെ b² - 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അഥവാ 1 2 3 4 5 എക്സെട്ര എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിന് എന്തുണ്ട്, 2 സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാം, 2 ആൻസർ ഉണ്ട് എന്ന് പറയണം. സൊല്യൂഷൻ ഉണ്ട്, x ന് 2 വാല്യൂസ് വരും. അതേപോലെ b² - 4ac ലെസ് ദാൻ എന്താണ് 0 ആണെങ്കിൽ ഇവിടെ നോ സൊല്യൂഷൻ,
ഈ കൊല്ലം മാത്രമാണ് നോ സൊല്യൂഷൻ. അടുത്ത കൊല്ലത്തേക്ക് വരുമ്പോൾ വീണ്ടും പഠിക്കും. ഇവിടെ മാത്രമാണ് നോ സൊല്യൂഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ. നമ്മുടെ ഹയർ സ്റ്റഡീസിൽ പോകുമ്പോൾ അവിടെ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയും. അപ്പൊ അതുകൂടി ഓർത്ത് വെക്കുക. ബി സ്ക്വയർ മൈനസ് 4ac ഇവിടെ എന്താണ് ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ നോ സൊല്യൂഷൻ. 10ാം ക്ലാസ്സിൽ മാത്രമാണ് നോ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് കയറി വരും എന്ന് ഓർത്ത് വെക്കുക. അല്ലെ, 0ക്കാൾ ലെസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് നെഗറ്റീവ് നമ്പർ. അപ്പൊ റൂട്ടിനകത്ത് എന്ത് വരും, നെഗറ്റീവ് നമ്പേഴ്സിനെ പറ്റി ഇവിടെ പഠിക്കുന്നില്ല ഇക്കൊല്ലം. അത് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് ആയതുകൊണ്ട് ഇവിടെ നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ഇനി അവിടെ ബി സ്ക്വയർ മൈനസ് 4ac 0 ആകുമ്പോൾ ഈക്വൽ ടു 0 ആകുമ്പോൾ അതിനെന്തേ ഉള്ളൂ, ഒരു സൊല്യൂഷൻ ഉള്ളൂ എന്നാണ് നമുക്ക് പറയുന്നത്. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആകുമ്പോൾ അതാണ് 1 സൊല്യൂഷൻ എന്ന് പറയും. അല്ലെ, അതേപോലെ ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആകുമ്പോൾ എന്താണ്, അല്ലെ, നോ സൊല്യൂഷൻ എന്ന് പറയും. അതേപോലെ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എത്രയാണ്, അല്ലെ, 2 സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റി. അപ്പൊ ഇതാണ് നമ്മൾ എന്താ പറയുന്നത്, അല്ലെ, ബി സ്ക്വയർ മൈനസ് 4ac അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടെത്തുന്ന രീതിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്തായിരുന്നു, എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇവിടെ ബി പ്ലസ് ഓർ മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസും മൈനസും ആണ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു 2 സൊല്യൂഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളാണ് എങ്ങനെയാണ് 2 സൊല്യൂഷൻസിന്റെ കാര്യം പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിവിടെ എക്സ് സ്ക്വയർ അല്ലെ, എക്സിന് ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ അതിന് സ്ക്വയർ ചെയ്ത് എന്താ കിട്ടുക, 4 ആണ്. അതേ സ്ഥാനത്ത് ഞാൻ എക്സിന് -2 കൊടുത്താൽ അതിന്റെ സ്ക്വയർ ചെയ്താലും എന്താ കിട്ടുക, -2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പൊ എന്തൊക്കെ കിട്ടി, എക്സിന് -2 വരാം +2 വരാം. അപ്പോഴും എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്ത് വരുന്നുണ്ട്, നമുക്ക് 4 വരുന്നുണ്ട്. അപ്പൊ രണ്ട് വാല്യൂസും എന്ത് വരാം, എക്സിന് സൂട്ടബിൾ ആണ്. എന്ത്, പ്ലസും വരാം മൈനസും വരാം. അങ്ങനെയാണ് നമ്മുടെ രണ്ട് സൊല്യൂഷൻസ് ആയിട്ട് എന്ത് വരുന്നത്, നമുക്ക് വരുന്നത്. അപ്പോ നമുക്ക് ഇതിനുമായിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്തു നോക്കാം. അതിലെ ഫസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. എന്താണ്, if the equation x square plus kx plus k equal to 0 has only one solution, find the possible value of k. അപ്പൊ k ന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അല്ലെ, k ന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. നമുക്ക് തന്ന ഇക്വേഷൻ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് കെ ഈക്വൽ ടു 0. നമുക്കറിയാം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണെങ്കിൽ അതിൽ എ എന്ന് പറഞ്ഞ ഇവിടെ ആരായി, 1 ആയി. ബി എന്ന് പറഞ്ഞ ആരായി, കെ ആയി. സി എന്ന് പറഞ്ഞാൽ ആരായി, കെ ആയി. അല്ലെ, എന്റെ സ്ഥാനത്ത് 1, ബിന്റെ സ്ഥാനത്ത് കെ, സിന്റെ സ്ഥാനത്ത് കെ. നമുക്ക് 1 സൊല്യൂഷൻ ആണല്ലോ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. 1 സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഏതാണ് ഇക്വേഷൻ വരുന്നത്, ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് വെക്കുക. 1 സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമ്മൾ പറയുന്നത് 1 സൊല്യൂഷൻ. അപ്പൊ എന്ത് ചെയ്യാ, ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0. ബി ഇവിടെ എത്രയാണ്, കെ ആണ്. കെ സ്ക്വയർ മൈനസ് 4, എ എത്ര, 1 പ്ലസ് സി എന്ന് പറയുമ്പോൾ കെ ഈക്വൽ ടു 0. അപ്പൊ എന്തായി, കെ സ്ക്വയർ മൈനസ് 4k ഈക്വൽ ടു 0. ഞാൻ അതിനെ കെ ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ കെ മൈനസ് 4 ഈക്വൽ ടു 0. അപ്പൊ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ വരുമ്പോ അല്ലെ, എ ബി ഈക്വൽ ടു 0 ആകുമ്പോ ഒന്നില്ലെങ്കിൽ എ 0 ആകാം, അല്ലെങ്കിൽ എന്താകാം, ബി 0 ആകാം. അപ്പൊ ഇവിടെ എന്ത് പറയാം, കെ ഒന്നില്ലെങ്കിൽ കെ 0 ആകാം, അല്ലെങ്കിൽ കെ മൈനസ് 4 എന്താകാം, 0 ആകാം. അപ്പൊ ഇവിടെ കെ -4 അങ്ങോട്ട് പോകുമ്പോ എന്താവും, കെ ഈക്വൽ ടു 4. അപ്പൊ കെന്റെ വാല്യൂസ് എന്താ, എത്രയൊക്കെ ആയി, 0ഉം 4ഉം ആണ് ഇവിടെ വാല്യൂ ആയി വന്നത്. ക്ലിയർ ആയല്ലോ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 91. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ and 2 more than is 168. What are the numbers? The product of a number, അല്ലെ, and 2 more than that is, അല്ലെ, more than that is 168. What are the numbers? ഇതിനെ ആൽജിബ്രിക് ഫോമിലേക്ക് മാറ്റണം. നമ്മൾ ബേസിക് ക്ലാസ് പറഞ്ഞിരുന്നു ഇതിനെ എങ്ങനെ മാറ്റണം, അല്ലെ, ഒരു ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റുക എന്നൊക്കെ ബേസിക് ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നായിരുന്നു. ഒരു നമ്പർ ഉണ്ട്, അപ്പൊ ഞാൻ നമ്പറിനെ എന്താക്കി എടുത്തു, എക്സ് ആക്കി എടുത്തു. അപ്പൊ എന്താണ്, എ നമ്പർ, അല്ലെ, അപ്പോ നമ്പർ എടുത്തു. പ്രൊഡക്റ്റ് ഓഫ് ഇൻറ്റു എന്താണ്, അല്ലെ, പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ആൻഡ് മോർ ദാൻ, 2 മോർ ദാൻ, അപ്പോ എന്താണ്, നമ്പർ പ്ലസ് മോർ ദാൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ഈക്വൽ ടു എത്രയാണ്, 168. ഇതാണ് ഇതിന്റെ ഇത് ഇക്വേഷനിലേക്ക് മാറ്റിയത്. എന്താണ്, പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ് ഈസ് 168. നമ്പറിനെ എക്സ് ആക്കി കൊടുത്തു. ആ നമ്പറിനേക്കാൾ എത്ര ആഡ് ചെയ്യണം, 2 മോർ ദാൻ.
അപ്പൊ നമ്പർ എക്സ് കൊടുത്തു, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു ഈക്വൽ ടു 168. അപ്പൊ എന്താവും എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 168 അല്ലെ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2 ആണ് 2x ഈക്വൽ ടു 168. ഇത് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. ഞാൻ ഇവിടെ കംപ്ലീറ്റ് സ്ക്വയറിലേക്ക് മാറ്റാൻ നോക്കുമ്പോൾ ആദ്യം ഇവിടെ 168 കൂടെ എന്ത് നോക്കുക അല്ലെ, ഇവിടെ ഇത് കംപ്ലീറ്റ് സ്ക്വയറിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കുക. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം അല്ലെ, എക്സ് സ്ക്വയർ പ്ലസ് 2x അല്ലെ പ്ലസ് ഈ 2ന്റെ ഹാഫ് എടുത്തു, അതിന്റെ സ്ക്വയർ ചെയ്യണം. അതല്ല നമ്മളെ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ്. പ്ലസ് 2/2 ഹോൾ സ്ക്വയർ, that is x square plus 2x plus 1 square equal to 168 plus 1 square. ഇതെന്തായി x plus 1 whole square equal to 168 plus 1. അപ്പൊ x plus 1 whole square equal to 169. ഇത് നമുക്ക് അറിയുന്നതാണ്. x plus 1 whole square നമുക്കറിയാം. x plus a whole square എന്ന് പറഞ്ഞാൽ എന്താണ്, x square plus 2a x plus a square ആണ്. എന്റെ സ്ഥാനത്ത് ഇവിടെ 1 ആയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് കംപ്ലീറ്റ് സ്ക്വയറിലേക്ക് മാറ്റാൻ പറ്റി. അപ്പൊ എന്ത് ചെയ്തു, എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തായി √169. അപ്പൊ എക്സ് പ്ലസ് 1 ഈക്വൽ ടു, ഇനി ഇവിടെ 2 ആൻസേഴ്സ് എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് സ്ക്വയർ ഈക്വൽ ടു അല്ലെ, എക്സ് ഈക്വൽ ടു -2 കൊടുക്കുമ്പോഴും എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ 4 കിട്ടുന്നുണ്ട്, +2 കൊടുക്കുമ്പോഴും എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് 4 കിട്ടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇവിടെ പറഞ്ഞു എക്സ് ഈക്വൽ ടു -2 കൊടുക്കുമ്പോഴും എക്സ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോഴും എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ 4 വരുന്നുണ്ട്. എന്ന് വെച്ചാൽ 2 വാല്യൂസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ റൂട്ട് ചെയ്യുമ്പോ എന്ത് ചെയ്യാ അല്ലെ, √16 എന്ന് പറഞ്ഞാൽ എത്രയാണ്, +3 അല്ലെ +13 ആണ്. അപ്പൊ 2 വാല്യൂസ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി പ്ലസ് ഓർ മൈനസ് നെഗറ്റീവ് ചെയ്യുമ്പോഴും എന്ത് വരുന്നുണ്ട് അല്ലെ 160 അല്ലെ. +13ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169 ആണ്, -13 സ്ക്വയർ ചെയ്യുമ്പോഴും 116. അപ്പൊ 2 വാല്യൂസ് എന്തുണ്ട്, റൂട്ടിനുണ്ട്. അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്ന x+1, ഞാൻ ആദ്യം പ്ലസ് ചെയ്യാൻ പോയി, പ്ലസ് ഇട്ടു. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് മൈനസ് ആണ് ചെയ്യുന്നത്, -13 ഇട്ടു. അപ്പൊ ഇവിടുന്ന് ചെറിയ വ്യത്യാസമുള്ളൂ. തൊട്ട് മുമ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ സ്റ്റെപ്പുമാണ് ഉള്ളത്. ഇനി എന്ത് ചെയ്യാ, ഇതിനെ ഈ +1 അങ്ങോട്ട് കൊണ്ട്, അപ്പൊ എന്താവും 13 - 1 ആയി മാറി, ദാറ്റ് ഈസ് 12. ഇവിടെ എന്താവും അല്ലെ -13 +1 അങ്ങോട്ട് -1 ഈക്വൽ ടു എന്തായി -14 ആയി. അപ്പൊ അല്ലെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 12, -14 ആണ് നമ്മളെ നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ 2 നമ്പേഴ്സുകളാണ് വരുന്നത്. ആരൊക്കെയാണ്, 12ഉം -14ഉം. അപ്പൊ ഇവിടെ മാത്രമേ ഡൗട്ട് ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പാണ്. ഇവിടെ √169 എന്ന് പറഞ്ഞാൽ 13 സ്ക്വയർ പറഞ്ഞാലും 169 ആണ്, -13 സ്ക്വയർ ചെയ്താലും 160. അപ്പൊ 2 വാല്യൂസ് പോസിബിൾ ആണ്, പ്ലസ് ഓർ മൈനസ് 13. അപ്പൊ നമ്മൾ ഇനി എഴുതുമ്പോ റൂട്ടിന്റെ വാല്യൂ എഴുതുമ്പോ 2 വാല്യൂ ആയിട്ട് നിർബന്ധമായിട്ട് എഴുതണം, പ്ലസും മൈനസും. ആദ്യം ഞാൻ പ്ലസ് എടുത്ത് എഴുതി, പിന്നെ ഞാൻ മൈനസ് എടുത്ത് എഴുതി. അപ്പൊ ഇവിടെ സെപ്പറേഷൻ കാണിക്കാൻ വേണ്ടി കോമ ഇട്ടു. ഇനി ഈ 1ന് അങ്ങോട്ട് പോയി, +1ന് -1 ആയി, ഇവിടെ +1 മൈനസ്. അപ്പൊ ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 12, ഇവിടെ 2 മൈനസ് ആകുമ്പോൾ അഡീഷൻ ആണ്, -14 ആയി. അപ്പൊ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 12, -14 ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയണേ, ഫൈൻഡ് 2 numbers with sum 4 and product is 2. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, 2 numbers with sum 4 and product 2. അപ്പോ എന്താണ്, ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ ഞാൻ എന്താക്കി എടുത്തു, x ആക്കി എടുത്തു. ഓക്കെ. ഇനി എന്താണ്, സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞു, 4 ആണ്. അപ്പോ ഒരു നമ്പർ ഉണ്ട്, അപ്പൊ നമ്പർ പ്ലസ് എന്താണ് അനദർ നമ്പർ അല്ലെ, അതർ നമ്പർ എന്ന് പറയാം, നമ്പർ ഈക്വൽ ടു എത്രയാണ്, 4 ആണ്. നമ്പർ ഞാൻ x ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അനദർ നമ്പറിനെ കണ്ടെത്താൻ പറ്റും. അനദർ നമ്പർ ഈക്വൽ ടു 4 അല്ലെ. അപ്പൊ അനദർ നമ്പർ ഈക്വൽ ടു എന്തായി, 4 മൈനസ് x ആയി മാറി. അപ്പൊ എന്ത് കിട്ടിപ്പോ നമുക്ക് അല്ലെ, ഒരു നമ്പർ എക്സും അനദർ നമ്പർ 4 മൈനസ് എക്സും. ആൻഡ് പ്രൊഡക്റ്റ് ഈസ് 2. ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 2 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ് അല്ലെ, നമ്പർ into another number equal to എത്രയാണ്, 2.
നമ്പറിന് എക്സ് കൊടുത്തു, അനദർ നമ്പറിന് 4 മൈനസ് എക്സ് ഈക്വൽ ടു 2. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും എക്സ് ഇൻറ്റു 4x, പിന്നെന്താ മൈനസ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 2. അപ്പൊ ഇങ്ങനെ കിട്ടി. നമ്മൾ ഈ എക്സ് സ്ക്വയറിനെ എപ്പോഴും നമ്മൾ പ്ലസ് ആക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് അല്ലെ. ഇവിടെ എന്താണ് കിടക്കുന്നത്, മൈനസ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് ഗുണിച്ചു. അപ്പൊ മൈനസ് കൊണ്ട് ഗുണിച്ചു. അപ്പൊ മൈനസ് ഇൻറ്റു 4x എന്ന് പറഞ്ഞാൽ മൈനസ് 4x, മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഇൻറ്റു പ്ലസ് എത്രയായി, -2. അപ്പൊ ആദ്യം ഞാൻ എക്സ് സ്ക്വയർ എടുത്ത് എഴുതി, -4x എഴുതി, -2. ഒന്നുകൂടിയും പറയാണ്, നമ്മൾ എക്സ് സ്ക്വയറിന് പ്ലസ് ആക്കിയിട്ടാണ് എഴുതാറുള്ളത്. ഇവിടെ എങ്ങനെയാണ് മൈനസ് വന്നു, അപ്പൊ ഞാൻ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് ഗുണിച്ചു, മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, -4x, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് സ്ക്വയർ, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. ഇനി നമ്മൾ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിലേക്ക് നോക്കാം. എക്സ് സ്ക്വയർ 4x എഴുതി, ഈ 4നെ ബൈ 2 ചെയ്തു, അതിന്റെ സ്ക്വയർ ഇട്ടു, ഇവിടെ -2 ഇട്ടു, 4/2 ഹോൾ സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2 സ്ക്വയർ ആക്കി, ഇവിടെ എന്തായി -2 പ്ലസ് 2 സ്ക്വയർ. അപ്പൊ ഇത് ഏതായി, എക്സ് മൈനസ് അല്ലെ എ ഹോൾ സ്ക്വയർ ഫോമിലായി. അപ്പൊ എന്താവും എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ, ഇവിടെ എന്റെ സ്ഥാനത്ത് ആരാ, 2 ആണ്. അപ്പൊ എന്താ ഇവിടെ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു -2 പ്ലസ് 4 എത്രയായി അല്ലെ, 4ന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ 2 ആണ്. അപ്പൊ എന്ത് കിട്ടി, എക്സ് അല്ലെ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2. അപ്പൊ എക്സ് മൈനസ് 2 ഈക്വൽ ടു എന്തായി, √2. അപ്പൊ റൂട്ടിന്റെ വാല്യൂ നമുക്ക് ഇവിടെ എത്രയെന്ന് അറിയുന്നില്ല അല്ലെ. നമുക്ക് ഒന്നില്ലെങ്കിൽ 1 എന്ത് എഴുതാം അല്ലെ, √1.414 ആക്കിയും എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം, പ്ലസ് ഓർ മൈനസ് 1.414 ആക്കിയും എഴുതാം. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് 2 ഈക്വൽ ടു എങ്ങനെ എഴുതാം, പ്ലസ് ഓർ മൈനസ് 2 വാല്യൂസ് അല്ലെ, 2 വാല്യൂസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയും പറയാം. അപ്പൊ എക്സ് ഈക്വൽ ടു എന്തായി, ഈ -2 അങ്ങോട്ട് പോകുമ്പോ +2 ആയി, പ്ലസ് ഓർ മൈനസ് √2 ആയി മാറി. അപ്പൊ എന്ത് ആൻസർ കിട്ടി നമുക്കിപ്പോ അല്ലെ, നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ, 2 പ്ലസ് ഓർ മൈനസ് √2 ആക്കി എഴുതി. ഞാൻ അങ്ങനെ സ്പ്ലിറ്റിക്കേഷൻ ആക്കി എഴുതില്ല, സ്പ്ലിറ്റേഷൻ ആക്കി എഴുതുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, സ്പ്ലിറ്റേഷൻ ആക്കി എഴുതാം അല്ലെ. ഞാൻ ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതാണ്. അപ്പൊ 2 പ്ലസ് √2 എഴുതാം, 2 മൈനസ് √2 ആക്കിയും ഇങ്ങനെയും എഴുതാം. ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും യാതൊരു പ്രശ്നവുമില്ല. രണ്ടും പ്ലസ് ഓർ മൈനസ് ആക്കിയാലും നമുക്ക് എന്ത് ചെയ്യും, രണ്ടും ഒരേപോലെ തന്നെയാണ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാലും അല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആൻസർ ഫൈനൽ ഈക്വൽ ടു, ഇതിനെ ഈക്വൽ ടു ഇട്ടിട്ട് 2 പ്ലസ് ഓർ മൈനസ് 2ന് പകരം 2 പ്ലസ് √2, 2 മൈനസ് √2. ഇനി അല്ലെങ്കിൽ ഇതേപോലെ ഈ വാല്യൂ റൂട്ടിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കൊടുത്ത് സബ്ട്രാക്ട് ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 പ്ലസ് ഓർ മൈനസ് √2 ആണ് വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, തേർഡ് ക്വസ്റ്റ്യൻ പറയണേ, ഹൗ മെനി ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 99, 97, 95 etc must be added to 906 അല്ലെ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് കയറി വന്നിരുന്നു. അപ്പൊ നമ്മൾ 4th ചാപ്റ്റർ ആകുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് നിർത്തി വെച്ചതായിരുന്നു. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ, 99. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 97 മൈനസ് 99 എന്ന് പറയുമ്പോൾ -2. ഇവിടെ SN എന്ന് പറഞ്ഞാൽ എത്രയാണ്, 900. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് SNന്റെ ആൾജിബ്രിക് ഫോം ആണ്, an² പ്ലസ് b ആണ്. നമുക്കറിയാം a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസിന്റെ ഹാഫ് അല്ലെ, a ഈക്വൽ ടു കോമൺ ഡിഫറൻസിന്റെ ഹാഫ്, -2/2 എന്ന് പറഞ്ഞാൽ -1. ഇനി b എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻ എഴുതിയിരുന്നു അല്ലെ, എന്താണ് ഫസ്റ്റ് ടേമിൽ നിന്ന് അല്ലെ, ഫസ്റ്റ് ടേമിൽ നിന്ന് ആര് സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞത്, a എന്ന ടേം സബ്ട്രാക്ട് ചെയ്യും. f എന്ന് പറഞ്ഞ 99, a എന്ന് പറഞ്ഞ ടേം എത്ര, -1. അപ്പൊ 99 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 100 ആയി മാറി. ഇവിടെ എന്താണ്, b എന്ന് പറഞ്ഞാൽ f മൈനസ് a ആണ്. f എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം, a എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന a ആണ്. അത് a ഇവിടെ എത്രയാണ്, -1. അപ്പൊ 99 മൈനസ് മൈനസ് മൈനസിന്റെ മൈനസ് പ്ലസ് 1, 100 ആയി. അപ്പൊ ഇതെന്ത് വന്നു, ആൾജിബ്രിക് എക്സ്പ്രഷൻ -1n² പ്ലസ് b എന്ന് പറഞ്ഞ എത്ര, 100n. ഈ -1 ഒന്ന് മാറ്റി ഞാൻ -n² പ്ലസ് 100n. SN നമുക്ക് അറിയാം എത്രയാണ്, 900.
അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്തുണ്ട് ഇവിടെ അല്ലെ എന്നിനും അല്ലെ എൻ സ്ക്വയറിന്റെ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട് മൈനസ് ഉണ്ട്. ആ മൈനസിനെ ഒഴിവാക്കേണ്ടി ത്രൂ ഔട്ട് മൈനസിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എൻ സ്ക്വയർ, മൈനസ് ഇൻറ്റു പ്ലസ് എന്തായി മൈനസ് അല്ലെ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എൻ സ്ക്വയർ ആയി. മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് 100n ഈക്വൽ ടു മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 900 എന്ന രീതിയിലേക്ക് നമുക്ക് വന്നു. ഇനി അടുത്ത എന്ത് ചെയ്യാണ്, ഇതിനെ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കുക. അപ്പൊ എന്ത് ചെയ്യാ അല്ലെ, എൻ സ്ക്വയർ മൈനസ് 100n പ്ലസ് 100 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 900 പ്ലസ് 100 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. എന്തായി എൻ സ്ക്വയർ മൈനസ് 100n പ്ലസ് 50 സ്ക്വയർ ഈക്വൽ ടു മൈനസ് 900 പ്ലസ് 50 സ്ക്വയർ. അപ്പൊ എന്ത് ചെയ്യും ഇവിടെ അല്ലെ, എ സ്ഥാനത്ത് ഇവിടെ 50 ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ എൻ ആണ്. എൻ മൈനസ് 50 ഹോൾ സ്ക്വയർ എന്താണ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അല്ലെ എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ. എക്സിന്റെ സ്ഥാനത്ത് n, എന്റെ സ്ഥാനത്ത് 50 ആണ്. അപ്പൊ n മൈനസ് 50 ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 900 പ്ലസ് എന്തായി അല്ലെ 50 സ്ക്വയറിന് 2500. അപ്പൊ ഇവിടെ എന്തായി n മൈനസ് 50 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സബ്ട്രാക്ട് ചെയ്യുക അല്ലെ 2500 900 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കാം. എത്ര കിട്ടി 1600. അപ്പൊ n മൈനസ് 50 ഈക്വൽ ടു റൂട്ട് 1600. n മൈനസ് 50 ഈക്വൽ ടു എത്ര കിട്ടി അല്ലെ, എത്ര 1600. അപ്പൊ എത്ര വരിക 40 അല്ലെ, പ്ലസ് ഓർ മൈനസ് 40 അല്ലെ 40 കിട്ടി. അപ്പൊ ഇനി n മൈനസ് 50 ഈക്വൽ ടു പ്ലസ് 40 അല്ലെങ്കിൽ n മൈനസ് 50 ഈക്വൽ ടു മൈനസ് 40. നേരത്തെ പറഞ്ഞ പോലെ അല്ലെ പ്ലസും മൈനസ് എഴുതാൻ മറക്കരുത്. അപ്പൊ n ഈക്വൽ ടു 40 പ്ലസ് 50 ഈക്വൽ ടു 90 അല്ലെ, മൈനസിന് അങ്ങോട്ട് പ്ലസ്. ഇവിടെ n ഈക്വൽ ടു മൈനസ് 40 പ്ലസ് 50 ഈക്വൽ ടു 10. അപ്പൊ അല്ലെ ഇവിടെ ആരാ നമ്മൾ കാണാം ഹൗ മെനി ടേംസ്. അപ്പൊ ടേംസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്, ടേംസ് ഈക്വൽ ടു 10 ഉം 90 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഹൗ മെനി ടേംസ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എത്ര ടേംസുകളാണ് 10 അല്ലെ 10 ടേംസും 19 ടേംസുകളാണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് വന്നാൽ നമുക്ക് വേണമെങ്കിൽ n എന്ത് ചെയ്യാം ഒഴിവാക്കാം. ഇവിടെ ഒക്കെ ഓൾവേസ് പോസിറ്റീവ് ആയതുകൊണ്ട് 10 ടേംസിന്റെ സമ്മും അതേപോലെ 90 ടേംസിന്റെ സമ്മും എന്തായിരിക്കും സെയിം ആയിരിക്കും എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്, എ റോഡ് 28 സെന്റിമീറ്റർ ലോങ് ഈസ് ടു ബി ബെൻഡ് ടു മേക്ക് എ റെക്ടാംഗിൾ. എന്താണ്, ഒരു 28 മീറ്റർ ഉള്ള ഒരു റോഡ് കയ്യിലുണ്ട്, ഒരു കമ്പി കയ്യിലുണ്ട്. അതെന്ത് ചെയ്തു ബെൻഡ് ചെയ്തു, അതോ വളച്ചിട്ട് എന്തുണ്ടാക്കി ഒരു റെക്ടാംഗിൾ ഉണ്ടാക്കി. അപ്പൊ ഈ റെക്ടാംഗിൾ ഇവിടെ എന്തായി ഇതിന്റെ പെരിമീറ്റർ ആയി വരും. ഏത് റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ആണ് ആര് വരുന്നത് ഈ 28 വരുന്നത്. ഒന്ന് കൺസെപ്റ്റ് ഓർത്ത് വെക്കുക അല്ലെ. ഒരു ലൈൻ മൊത്തം വളച്ച് മൊത്തം ഇങ്ങനെ വരച്ചുണ്ടാക്കി എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ബെൻഡ് ചെയ്ത് ഒരു റെക്ടാംഗിൾ ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ അതെന്താണ് ആ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ. ഇനി സ്ക്വയർ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ്. റെക്ടാംഗിൾ ഉണ്ടാക്കി എന്ന് സ്ക്വയർ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതിന്റെ പെരിമീറ്റർ ആണ്. ഒരു ട്രയാംഗിൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ട്രയാംഗിളിന്റെ പെരിമീറ്റർ ആണ്. ഒരു സർക്കിൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ പെരിമീറ്റർ ആണ്. ആ കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻ എന്താണ്, ക്യാൻ എ റെക്ടാംഗിൾ ഡയഗണൽ 8 സെന്റിമീറ്റർ ടു ബി മെയ്ഡ്. ഇതിനകത്ത് എന്താണ് ഡയഗണലിനെ 8 സെന്റിമീറ്റർ ആക്കി ഉണ്ടാക്കാൻ പറ്റുമോ? ക്യാൻ അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻ ദ റെക്ടാംഗിൾ ഡയഗണൽ 10 സെന്റിമീറ്റർ ഉണ്ടാക്കാൻ പറ്റുമോ? ഡയഗണൽ 10 ഉണ്ടാക്കാൻ പറ്റുമോ? ഇനി മൂന്നാമത് ഹൗ അബൌട്ട് ദ റെക്ടാംഗിൾ ഓഫ് എ ഡയഗണൽ 14 സെന്റിമീറ്റർ. അപ്പൊ 14 സെന്റിമീറ്ററും ആക്കാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത എന്താണ്, ക്യാൻ യു കാൽക്കുലേറ്റ് സൈഡ്സ് ഓഫ് റെക്ടാംഗിൾ ക്യാൻ ബി മെയ്ഡ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തന്നിക്കണം എന്താണ് ഇവിടെ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ പെരിമീറ്റർ ഈക്വൽ ടു എന്താണ് 28. നമുക്കറിയാം റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് ആര് വരുന്നത് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ. 2 into ഞാൻ ലെങ്ത്തിന് L കൊടുക്കുകയാണ്, ബ്രെഡ്ത്തിന് B എന്ന് കൊടുക്കുകയാണ് 28. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് 28/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 14 ആണ്. അപ്പൊ ലെങ്ത് ഈക്വൽ ടു എന്തായി
14 മൈനസ് എന്തായി അല്ലെ ബി എന്നായി. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം നമുക്ക് അല്ലെ ലെങ്തിന് ഞാൻ എന്താക്കി എടുത്തു ലെങ്ത് ഈക്വൽ ടു എക്സ് ആക്കി എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 14. അപ്പൊ ബി എന്ന് പറഞ്ഞ എത്ര 14 മൈനസ് എക്സ്. അപ്പൊ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ എത്ര കിട്ടി 14 മൈനസ് എക്സ്. അപ്പൊ ഇവിടെ എത്രയാണ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 14 മൈനസ് എക്സ് ആണ് നമ്മുടെ കയ്യിലുള്ള റെക്റ്റാങ്കിൾ. ഇനി അതിന്റെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളപ്പോ റെക്റ്റാങ്കിൾ ഉള്ളത് വരച്ചു, കൃത്യമായിട്ടുള്ള ആ റെക്റ്റാങ്കിൾ വരച്ചു. ഇവിടെ എത്രയാണ് എക്സ്, ഇവിടെ എത്രയാണ് 14 മൈനസ് എക്സ്. ഞാൻ ഡയഗണൽ 8 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ അപ്പൊ ഇവിടെ നിന്നിട്ടുള്ള ഡയഗണൽ വരക്കുക. അപ്പൊ ഞാൻ ഡയഗണൽ വരക്കുകയാണ്, ഇങ്ങനെ ഡയഗണൽ വരച്ചു ഇട്ടു. അപ്പൊ നമ്മൾ പറഞ്ഞാൽ ഈ ഡയഗണലിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്റർ ആകാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ നോക്കുക, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ എ ബി സി ഡി എന്ന പേര് കൊടുത്താൽ എ ബി സി എന്നൊരു എന്തായി ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തു. അപ്പൊ ഇവിടെ എ സി എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈപ്പോട്ടിന്യൂസ് ആണ് വരുന്നത്. അപ്പൊ നമ്മളെ ഇക്വേഷൻ ഉണ്ട്, എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ പൈതഗോറസ് തിയറം, എ സി സ്ക്വയർ ഈക്വൽ ടു അല്ലെ എ ബി ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് സ്ക്വയർ എന്ന് പറയാം. ആ റിസൾട്ട് ഉപയോഗിച്ച് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ ഇക്വേഷൻ വരുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെ വരക്കാൻ പറ്റോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ബി സ്ക്വയർ മൈനസ് 4ac ചെക്ക് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിൽ എന്ത് പറയാം ടു സൊല്യൂഷൻ ഉണ്ടെന്നും, നെഗറ്റീവ് ആണെങ്കിൽ നോ സൊല്യൂഷൻ എന്നും, ഈക്വൽ ടു 0 ആണെങ്കിൽ വൺ സൊല്യൂഷൻ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും. അപ്പൊ ആദ്യം എന്ത് ചെയ്യാണ്, ഇതിന്റെ ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവാണ്. അപ്പോ എ സി എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, ബി സി എന്ന് പറഞ്ഞാൽ 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. എത്രയാണ് 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ഈക്വൽ ടു എക്സ് സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 14 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 14 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. എ പ്ലസ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഫോം നമ്മൾ ഇവിടെ ഈ ക്ലാസ് തുടങ്ങുമ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു, അതിന് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു ഇത് എക്സ്പാൻഷൻ. അപ്പൊ 64 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ 196 ആണ്. 196 മൈനസ് 14 ഇൻറ്റു 2 ദാറ്റ് ഈസ് 28 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ഈ എക്സ് സ്ക്വയർ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ എന്താവും 2x സ്ക്വയർ ആയി പ്ലസ് 196 മൈനസ് 28 എക്സ്. ഇനി 190 എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താവും 2x സ്ക്വയർ മൈനസ് 28 എക്സ് ഈക്വൽ ടു 64 അല്ലെ. പ്ലസ് 196 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 196 ആയി മാറി. അപ്പൊ എന്ത് ചെയ്യാം സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്താവും 128 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും 64 നിന്ന് അല്ലെ 19 അല്ലെങ്കിൽ 196 64 സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടും മൈനസ് 132 ആണ്. ഇവിടെ കോമൺ ആയിട്ട് 2 ഡിവിഷൻ നടത്തുക. അപ്പൊ എത്ര കിട്ടും അല്ലെ എക്സ് സ്ക്വയർ മൈനസ് 28ന് 2 ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ 14x, ഇതിന് ഡിവിഷൻ നടത്തി എത്രയാണ് മൈനസ് 66 അല്ലെ. ഡിവിഷൻ നടത്തുമ്പോൾ ത്രൂ ഔട്ട് 2 ഡിവിഷൻ നടത്തി. ഈ മൈനസ് 66 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്താവും എക്സ് സ്ക്വയർ മൈനസ് 14x മൈനസിന് ഈക്വൽ അപ്പുറം കൂടെ പ്ലസ് 66 ഈക്വൽ ടു 0 ആയി വന്നു. ഇനി ഇവിടെ എ എന്ന് പറഞ്ഞാൽ എത്രയാണ് 1, ബി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ ആണ് എ പറയുന്നത്, എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണോ അതാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ മൈനസ് 14, സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സ്ക്വയർ മൈനസ് 4ac ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ മൈനസ് 14 ആണ് അതിന്റെ സ്ക്വയർ, മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1, സി എന്ന് പറഞ്ഞാൽ 66, 14 സ്ക്വയറിന് 196 മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 264 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട് മൈനസ് 68 ആണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറ്റില്ല, ഇവിടെ ഒരു സ്ക്വയർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയഗണൽ 2 ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് വരക്കാൻ കഴിയില്ല. കാരണം എന്താ ബി സ്ക്വയർ മൈനസ് 4ac ഇവിടെ എന്താണ് നെഗറ്റീവ്, അപ്പൊ ലെസ് ദാൻ 0 ആണ് ആര് വന്നത് ബി സ്ക്വയർ. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ലെസ് ദാൻ 0 ആണ്. സോ അതുകൊണ്ട് എന്ത് പറയാം, so a rectangle of diagonal 8 centimeter cannot be made
എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വരക്കാൻ പോസിബിൾ അല്ല. കാരണം എന്താ, ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആയതുകൊണ്ട്. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ അഥവാ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേ, ക്യാൻ എ റെക്ടാങ്കിൾ ഡയഗണൽ 10 സെന്റിമീറ്റർ ടു ബി മെയ്ഡ്. അപ്പൊ നമ്മളെ ഓൾറെഡി ഉള്ള റെക്ടാങ്കിൾ ഇതാണ്, നമ്മളെ കയ്യിലുള്ള റെക്ടാങ്കിൾ അല്ലെ. ബേസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ്, മറ്റേത് 14 മൈനസ് എക്സ് ആയിരുന്നു. ഇനി ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇതായിരുന്നു നമ്മുടെ ഡയഗണൽ. ഇവിടെ ഡയഗണലിന്റെ ലെങ്ത് എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ ഫോം ചെയ്യുക. അപ്പൊ ആരൊക്കെയാണ് ഇവിടെ വരിക അല്ലെ, എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, ദാറ്റ് ഈസ് 10 സ്ക്വയർ ഈക്വൽ ടു, പിന്നെ ആര് വരിക അല്ലെ, എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഇത് നേരത്തെ ഇത് സ്റ്റെപ്പ് തന്നെയല്ലേ നോക്കി അല്ലെ, തൊട്ട് മുമ്പ് എഴുതിയ സ്റ്റെപ്പ് തന്നെയാണ് വീണ്ടും കയറി വന്നിട്ടുള്ളത് അല്ലെ. ഈ 64 ഇവിടെ 8 മാറി 10 ആയി എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ സ്റ്റെപ്പ് അല്ലെ. അപ്പൊ ഞാൻ അതിവിടെ നേരെ എഴുതുകയാണ്, എന്താണ് അല്ലെ, 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് 196 മൈനസ് 2 ഇൻറ്റു 14x പ്ലസ് എക്സ് സ്ക്വയർ. the 100 equal to x square plus 196 minus എന്താണ് 28x plus x square. എന്ത് ചെയ്യാ, 100 equal to x square കൂടെ x square ആയ 2x square ആണ്, plus 196 minus 28x 2x square minus 28x ഈ plus 100 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, minus 100 ആയി മാറും, equal to ഞാൻ 0 ആക്കി. ഇതിനെ എങ്ങോട്ടാ കൊടുക്കുന്നത്, മറ്റേത് ഇങ്ങോട്ട് കൊടുക്കുന്നു, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇതിന് നേരെ ഇങ്ങോട്ട് കൂടുന്നു. അപ്പൊ എന്താവും, 2x square minus 28x plus 96 equal to 0. കോമൺ ആയിട്ട് ആര് ഡിവിഷൻ നടത്താം, 2. അപ്പൊ എന്താവും, x square minus 14x plus 48 equal to 0. അപ്പൊ ഇവിടെ എന്താണ്, b square minus 4ac നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ a എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് 1, b എന്ന് പറഞ്ഞാൽ minus 14, c എന്ന് പറഞ്ഞാൽ 48. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോ ബി എന്ന് പറഞ്ഞാൽ മൈനസ് 4 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1, സി എന്ന് പറഞ്ഞാൽ 48. അപ്പൊ എന്തായി 196 അല്ലെ, 196 ആയി. മൈനസ് 4 ഇൻറ്റു 48 എന്ന് പറയുമ്പോ എത്രയാണ് 198. സബ്ട്രാക്ട് ചെയ്യുമ്പോ എത്ര കിട്ടി, 4. അപ്പൊ എന്ത് പറയാം, ഇത് നമുക്ക് റൂട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റി അല്ലെ, കാരണം 2 സൊല്യൂഷൻസ് ഉണ്ട് എന്ന് പറയാം. ഇനി വേണമെങ്കിൽ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac നേരിട്ട് ചെയ്താൽ മതി അല്ലെ. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പൊ ഇവിടെ മൈനസ് ബി എന്ന് പറയുമ്പോ 14 മൈനസ് മൈനസ് 14 പ്ലസ് ഓർ മൈനസ് ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac 4 ആണ്, 2 ഇൻറ്റു 1 ഈക്വൽ ടു ഈ മൈനസ് മൈനസ് പ്ലസ് ആയി, പ്ലസ് 14 പ്ലസ് ഓർ മൈനസ് 2 ആണ് അല്ലെ, റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു, ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്, പ്ലസ് 2 ആക്കി ഞാൻ എഴുതി, അതേപോലെ 4 മൈനസ് 2 ആക്കി മാറ്റി, ഈക്വൽ ടു 14 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 16 ബൈ 2 12 ബൈ 2 ഈക്വൽ ടു എത്രയാണ് 8ഉം അതേപോലെ 6ഉം ആണ് വരുന്നത്. അപ്പൊ എന്ത് നമുക്ക് പറ്റി, ഡയഗണൽ വരച്ചത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ഫോം ചെയ്യാൻ പറ്റി. അതിന്റെ എന്തായി മാറി, എക്സ് എന്ന് പറഞ്ഞാൽ 8ഉം 6ഉം ആണ് വരുന്നത്. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഇതിന്റെ എക്സ് വാല്യൂ അതേപോലെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. ഞാൻ 8 കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, ലെങ്ത്തിന് എക്സ് 8 കൊടുത്താൽ ബ്രെഡ്ത്ത് എന്തായി മാറും, 6 ആയി മാറും. കാരണം എന്താ, 14 മൈനസ് 6 അല്ലെ 8 എന്ന് പറഞ്ഞാൽ 6 ആണ്. അതേപോലെ 6 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി അല്ലെ, 8ഉം കിട്ടി. അപ്പൊ ലെങ്ത്സ് ആർ ആരൊക്കെയാണ് ലെങ്ത് വരുന്നത് അല്ലെ, റെക്ടാങ്കിളിന്റെ ലെങ്ത്തുകള് ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്ടാങ്കിൾ ഓഫ് ഡയഗണൽ ഇനി വേണമെങ്കിൽ ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി റെക്ടാങ്കിൾ ഓഫ് എ ഡയഗണൽ 10 സെന്റിമീറ്റർ ഈസ് ആരൊക്കെയാണ് 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റി. ഇനി ഇതേപോലെ നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അവിടെ ഡയഗണൽ 14 ആകുമ്പോ എന്തെങ്കിലും സംഭവിക്കുമോ നോക്കാം.
അപ്പൊ ഞാൻ എന്ത് ചെയ്തു, റെക്റ്റാങ്കിൾ വരച്ചു അല്ലെ, ഇവിടെ എക്സ് കൊടുത്തു, ഇവിടെ 14 മൈനസ് എക്സ് കൊടുത്തു, ഇവിടെ ഈ ഡയഗണൽ ഇങ്ങനെ വരച്ചു, ഇവിടെ എത്രയാണ് 14 കൊടുത്തു. അപ്പൊ നേരത്തെ പോലത്തെ 14 സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് അല്ലെ 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആയി മാറി. ഞാൻ എന്ത് ചെയ്തു, 14 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 196 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ മൈനസ് 2 into 14x പ്ലസ് എക്സ് സ്ക്വയർ. 196 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 196 മൈനസ് അല്ലെ 28x പ്ലസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്തു. അപ്പൊ എന്താവും 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 അല്ലെ. അപ്പൊ 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196, ഇവിടെ പ്ലസ് ഇങ്ങോട്ട് വരുമ്പോ മൈനസ് 196 ഈക്വൽ ടു 0. അപ്പൊ 2x സ്ക്വയർ മൈനസ് 28x ഈക്വൽ ടു 0 ആണ്. അപ്പൊ അതിൽ നിന്ന് 2 കൊണ്ട് ഡിവിഷൻ നടത്തിക്കൂടെ, ഒന്ന് 2 കൊണ്ട് ഡിവിഷൻ നടത്തി. അപ്പൊ എന്താവും എക്സ് സ്ക്വയർ മൈനസ് 14x ഈക്വൽ ടു 0. ഇനി ഇതിന് ആര് എക്സിന് ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്താവും എക്സ് മൈനസ് അല്ലെ എന്തായി 14 ഈക്വൽ ടു 0. അപ്പൊ എന്തായി എക്സ് ഈക്വൽ ടു 14 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 0 കോമറ്റ എക്സ് മൈനസ് 14 ഈക്വൽ ടു 0. നമുക്കറിയാം എ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0. അപ്പൊ അതേപോലെ എക്സ് ഈക്വൽ ടു 0 എക്സ് മൈനസ് 14 ഈക്വൽ ടു 0. അപ്പൊ എക്സ് ഓൾവേസ് 0 ആണ്. എക്സ് എന്താണ് ഇവിടെ 14 ആയി. അപ്പൊ ഇവിടെ നോക്കുക എക്സിന്റെ വാല്യൂ ഒന്നുകിൽ 0 ആകണം. ഞാൻ 0 ആയി കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ 0 ആകുമ്പോ 14 ആയി. അപ്പൊ 0 എന്ന ലെങ്ത് ഉണ്ടോ? ഇല്ല. അപ്പൊ 0 വെച്ചിട്ട് എന്ത് ചെയ്യാൻ വരക്കാൻ കഴിയില്ല, ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്ടാങ്കിൾ വരക്കാൻ കഴിയില്ല. ഇനി 14 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് 14 ആവും. അപ്പൊ വീണ്ടും ഇവിടെ 14 മൈനസ് 0 ഇവിടെ 0. അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു റെക്ടാങ്കിൾ നമുക്ക് വരക്കാൻ കഴിയില്ല. കാരണം എന്താ, ഒരു സൈഡ് എന്തായി മാറും, 0 ആയി മാറും. അപ്പൊ എന്ത് പറയാം നമുക്ക്, എ rectangle of diagonal 14 centimeter cannot be made. കാരണം എന്താ, ഒരു സൈഡ് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പൊ എന്താവും 0. ഒന്ന് ഇവിടെ 0 ആകാം, അല്ലെങ്കിൽ ഇവിടെ എന്താകും 0 ആവും. ക്ലിയർ ആയല്ലോ. അതോടുകൂടി നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ്, ഏത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആയ പേജ് നമ്പർ, ഏതായിരുന്നു നമ്മൾ പേജ് നമ്പർ വന്നിരുന്നത് അല്ലെ 91 പേജ് നമ്പറിന്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് പേജ് നമ്പർ ആയ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആയ 97 to 98 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, the perimeter of a rectangle is 42 meter and its diagonal is 15 meter. What are the length of its side? അല്ലെ നമ്മോട് പറഞ്ഞത് ഒരു പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ is 42 എന്ന് പറഞ്ഞിട്ടുണ്ട് മീറ്റർ ആണെന്നും, and its diagonal is 15 meter. What is the length of its side? അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലേ, ഈ റെക്ടാങ്കിൾ നമ്മളെ കയ്യിലുണ്ട്. ഈ റെക്ടാങ്കിളിന്റെ എന്ത് പറയുന്നത്, ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞാൽ 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 42 ആണ്. അപ്പൊ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ആദ്യം വരുന്നത്. അപ്പൊ പെരിമീറ്റർ ഈക്വൽ ടു എത്രയാണ്, 42. അപ്പൊ പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ 2 into ഞാൻ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആക്കി എഴുതാണ്, ഈക്വൽ ടു ലെങ്തിനെ എല്ലും ബ്രെഡ്ത്തിനെ ബി എന്നും കൊടുത്തു. ഞാൻ ഇവിടെ ലെങ്ത്തിന് എന്ത് കൊടുക്കുകയാണ്, എക്സ് കൊടുക്കുകയാണ്. അപ്പൊ ലെങ്ത് ഈക്വൽ ടു എക്സ്. അപ്പൊ എന്താവും 2 into x plus b ഈക്വൽ ടു 42 അല്ലെ. വേണമെങ്കിൽ സ്റ്റെപ്പ് ഇവിടെ ലെങ്ത് അല്ലെങ്കിൽ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 42 by 2 എന്ന് പറഞ്ഞാൽ എത്രയായി, 21 ആയി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 21 മൈനസ് എക്സ്, ബിയുടെ നിർത്തി. അപ്പൊ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 20. അപ്പൊ ഇവിടെ ഈ ലെങ്ത്തിന് എക്സ് എടുത്തു. അപ്പൊ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 21 മൈനസ് എക്സ്. അപ്പൊ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെയല്ലേ വീണ്ടും കയറി വന്നിരിക്കുന്നത്. ഇനി എന്ത് കാണാൻ പറഞ്ഞാൽ നമുക്കിവിടെ ഇതിനെ വീണ്ടും നേരത്തെ ചെയ്ത പോലെ ആ സ്റ്റെപ്പ് തൊട്ട് മുമ്പ് ടെക്സ്റ്റ് ബുക്ക് ആക്സ് നിർത്തിയത് സെയിം പ്രൊസീജിയർ തന്നെ. അപ്പൊ എങ്ങനെ ചെയ്താ, 15 സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് അടുത്ത ആരാണ് 21 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലേക്ക് വീണ്ടും ചെയ്യാം. അപ്പൊ എന്താ 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, 225 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ മൈനസ് 2 into 21 into എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ 225 ഈക്വൽ ടു എക്സ് സ്ക്വയർ. 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ, 441 മൈനസ് 21 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്
ഫോർ ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്തു, എത്രയായി? 2x² ആയി, മൈനസ് 42x ആയി, പ്ലസ് 441 ഈക്വൽ ടു 225. ഞാൻ ഇങ്ങനെ ഈ ഈക്വൽ ടു ഇങ്ങോട്ടാക്കി മാറ്റി എഴുതിയെന്നുള്ളൂ. ഇനി എന്ത് ചെയ്യാ? ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യാം. 42x പ്ലസ് 441 മൈനസ് 225 ഈക്വൽ ടു 0. അപ്പൊ 2x² മൈനസ് 42x പ്ലസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 196 ഈക്വൽ ടു 0. കോമൺ ആയിട്ട് ഒരു 2 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ x² മൈനസ് 21x പ്ലസ് 108 ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ a എന്ന് പറഞ്ഞാൽ 1, b എന്ന് പറഞ്ഞാൽ മൈനസ് 21, c എന്ന് പറഞ്ഞാൽ 108. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ ആദ്യം b² മൈനസ് 4ac ആദ്യം ചെയ്യാം, എന്നിട്ട് ആ റൂട്ടിലേക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 21 ഹോൾ സ്ക്വയർ, 4 into a 1, 108. 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441, 4 into 108 എന്ന് പറയുമ്പോൾ 432. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 കിട്ടും. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? b² മൈനസ് 4ac റൂട്ടാണ്. അപ്പൊ റൂട്ട് 9 എന്ന് എത്രയായി? 3 ആയി. ഞാൻ നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ആണ്. മൈനസ് ബി, ബിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? മൈനസ് 21. ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിരുന്നു 3 ആണെന്ന്. ബൈ a എന്ന് പറഞ്ഞാൽ 1, മൈനസും മൈനസും പ്ലസ് 21 പ്ലസ് ഓർ മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 21 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2, 21 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. ഇനി എന്ത് ചെയ്യാ? ആഡ് ചെയ്യാ. 21 കൂടി 3 ആഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 21 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? അല്ലെ, 24/2. 21 കൂടി ആര് സബ്ട്രാക്ട് ചെയ്യാ? 3 സബ്ട്രാക്ട് ചെയ്യാ. അപ്പൊ എത്ര കിട്ടും? 18/2 കിട്ടും. അപ്പൊ എന്തായി? 12,9 എന്ന രീതിയിലേക്ക് നമുക്ക് വന്നു. അപ്പൊ ഇവിടെ എന്താ കിട്ടിയ? നമുക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് x ആണെന്ന് അറിയാം. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 21 മൈനസ് x ആണ്. അപ്പൊ ഞാൻ x 12 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എന്ത് കിട്ടും? അല്ലെ, നേരെ അല്ലെ 12x കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ 21 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 9 ആയി നമുക്ക് കിട്ടി. ഇനി ബ്രെഡ്ത്തിന് 9 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി? 21 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 12 ആയി. അപ്പൊ അവിടെ പ്രശ്നം വരും. അപ്പൊ എന്ത് കൊടുത്താൽ മതി ഇവിടെ? അല്ലെ, ലെങ്ത് ഈക്വൽ ടു എന്ത് കിട്ടി? ഇവിടെ 12 സെന്റിമീറ്റർ. അതേപോലെ ബ്രെഡ്ത്ത് ഈക്വൽ ടു എന്തായി? 21 മൈനസ് 12 ഈക്വൽ ടു 9 സെന്റിമീറ്റർ ആയി വന്നു. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയണേ? ഹൗ മെനി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആർ സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 300? എന്താണ്? അല്ലെ, ഹൗ മെനി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് സം ആഡ് ചെയ്തിട്ട് 300 കിട്ടുന്നതാണ്. നമുക്കറിയാം സമ്മ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ അറിയാം. എന്താണ് സമ്മ് ആണുള്ള ഇക്വേഷൻ? Sn ഈക്വൽ ടു n into n+1/2 ആണ് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ സം ഇവിടെ തന്നിട്ടുണ്ട്. Sn എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 ആണ് തന്നിട്ടുണ്ട്. അല്ലെ, n into n+1/2 ആണ്. അപ്പൊ എത്രയാണ്? ഹൗ മെനി കോൺസിക്യൂട്ടീവ്, എത്ര സമ്മുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 300 കിട്ടുന്നതാണ്. അപ്പൊ n ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇനി ഈ 2 നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ n into n+1 ഈക്വൽ ടു 2 into 300. n into n+1 ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 600. അപ്പൊ n² പ്ലസ് n ഈക്വൽ ടു 600 ആയി മാറി. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി നമുക്ക്? n² പ്ലസ് n ഈക്വൽ ടു 600 ആയി മാറി. ഇത് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്ന് വ്യതിയാക്കാം. n² പ്ലസ് n മൈനസ് 600 ഈക്വൽ ടു 0 എന്ന രീതിയിൽ എഴുതി. ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, b എന്ന് പറഞ്ഞാൽ 1, c എന്ന് പറഞ്ഞാൽ മൈനസ് 600. അപ്പൊ b² മൈനസ് 4ac ചെയ്യാം. b² എന്ന് പറഞ്ഞാൽ 1², 4 into a എന്ന് പറഞ്ഞാൽ 1, c എന്ന് പറഞ്ഞാൽ മൈനസ് 600 ഈക്വൽ ടു 1 മൈനസ് മൈനസ് into മൈനസ് പ്ലസ് 4 into 600 എന്ന് പറഞ്ഞാൽ 2400. എന്ത് ചെയ്യാ? ആഡ് ചെയ്യുമ്പോൾ 2401 ആയി. അപ്പോ b² മൈനസ് 4ac ഈക്വൽ ടു റൂട്ട് ഓഫ് 2401 എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂ വരിക?
അല്ലെ 49 into അല്ലെ 49 ആണ് 49 സ്ക്വയർ ആണ് 2401 എന്ന് പറയുന്നത്. ഇനി നേരെ എന്ത് ചെയ്യാ x equal to minus b plus or minus b square minus 4ac by 2a യിലേക്ക് പോവാം. ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് 1 ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ കണ്ടെത്തി 49 2 into a 1 അപ്പൊ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 49 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താവും പ്ലസ് ആക്കി എഴുതാം മൈനസ് 1 പ്ലസ് 49 ബൈ 2 അല്ലെങ്കിൽ എന്ത് ചെയ്യാം മൈനസ് 1 മൈനസ് 49 ബൈ 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 48 ബൈ 2 ദാറ്റ് ഈസ് മൈനസ് 50 ബൈ 2. ഇവിടെ എന്തായി അല്ലെ 48 ബൈ 2 എന്ന് പറയുമ്പോൾ എന്താവും 24. ഇവിടെ എത്രയാണ് മൈനസ് 25 ആണ് വരുന്നത്. അപ്പൊ എന്ത് കിട്ടി ഇപ്പൊ നമുക്ക് അല്ലെ ഇവിടെ അല്ലെ ഇവിടെ നോക്കുക സമ്മ് 300 ആണ്. അപ്പൊ സമ്മിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ചെയ്തു നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തു ബി സ്ക്വയർ മൈനസ് 4ac ഉപയോഗിച്ച് എന്ത് കിട്ടി 24ഉം 20 എന്തും കിട്ടി മൈനസ് 25 കിട്ടി. ഇവിടെ n നമ്മൾ കാണാൻ കണ്ടെത്തിയത് n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അല്ലെ x ഞാൻ എഴുതിയെന്നുള്ളൂ ഇവിടെ സത്യത്തിൽ എന്താണ് അത് n ആണ്. n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം അല്ലാതെ നെഗറ്റീവ് നമ്പേഴ്സ് ആകാൻ പാടില്ല. അപ്പൊ ഇവിടെ n ന് പോസിബിലിറ്റി ആരേ പറ്റുള്ളൂ 24. അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് ഇവിടെ ഒഴിവാക്കി. കാരണം എന്താ നമ്മളെ നാച്ചുറൽ എത്രാമത്തെ ടേം ആണ് ചോദിച്ചത് അല്ലാതെ മൈനസ് 25 എന്ന് ചോദിച്ചില്ല. ഇല്ല മൈനസ് 25 ഒന്നും ടേംസ് വരാറില്ല. എത്രാമത്തെ ടേം എന്നാണ് n ആണ്. n ആൾവേസ് പോസിറ്റീവ് എന്താണ് അല്ലെ പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് വരിക അല്ലാതെ പോയിന്റും വരാറില്ല നെഗറ്റീവും വരാറില്ല. അവിടെ ആൻസർ എന്ത് കിട്ടി അല്ലെ എന്ത് എഴുതാം 24 കോൺസിക്യൂട്ടീവ് അല്ലെ 24 കോൺസിക്യൂട്ടീവ് natural numbers starting from 1 should be added to get എത്രയാണ് 300 എന്ന് പറയാൻ പറ്റി. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേ വാട്ട് ആർ number added to give one its own square. ഒരു നമ്പർ ഉണ്ട് അതുമായിട്ട് ഒന്ന് ആഡ് ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞ് എന്ത് കിട്ടി അതിന്റെ സ്ക്വയർ ആണെന്ന് കിട്ടിയത് ഓൺ സ്ക്വയർ. അപ്പൊ നമ്പർ ഈക്വൽ ടു ഞാൻ എന്ത് കൊടുത്തു x കൊടുത്തു. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് പറയുമ്പോൾ നമ്പർ കൂടി എന്ത് ആഡ് ചെയ്യാൻ പറഞ്ഞു 1 ആഡ് ചെയ്തു. അത് ആരുമായിട്ട് ഈക്വൽ ആണെന്നു ആ നമ്പറിന്റെ സ്ക്വയറുമായിട്ട് ഈക്വൽ ആണ് അല്ലെ. a number added to 1 give its own square. number plus 1 added to 1 എഴുതി gives equal to its square അഥവാ നമ്പറിന്റെ സ്ക്വയർ. അപ്പൊ എന്താ x plus 1 equal to x square. ഇതിലൊക്കെ പാടെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ x square plus x അങ്ങോട്ട് മൈനസ് എക്സ് ഇങ്ങോട്ട് അപ്പുറം വരുമ്പോൾ മൈനസ് 1 equal to 0. ഇവിടെ എന്ത് വരുന്നത് a equal to 1 b equal to minus 1 c equal to minus 1. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എ എന്ന് പറഞ്ഞാൽ 1 സി എന്ന് പറഞ്ഞാൽ മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസിന്റെ മൈനസ് പ്ലസ് പ്ലസ് 4i ഈക്വൽ ടു 5. അപ്പൊ എന്ത് കിട്ടി ബി സ്ക്വയർ റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് റൂട്ട് 5. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് പോവാണ് x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b square minus 4ac divided by 2 here minus b minus 1 plus or minus അല്ലെ b square minus 4ac ന്റെ വാല്യൂ root 5 divided by 2 into 1 minus minus plus 1 plus or minus root 5 2 into 1 ആണ് 2. അപ്പൊ x ന്റെ വാല്യൂ എത്ര കിട്ടി plus 1 plus or minus root 5 divided by 2 കാരണം root 5 ന്റെ വാല്യൂ നമുക്ക് അറിയില്ല തൽക്കാലം ഇവിടെ നിർത്തിയാൽ മതി. അപ്പൊ എത്രയാണ് വാല്യൂ വരുന്നത് 1 plus or minus root 5 divided by 2 ആണെന്ന് കിട്ടി. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് in writing the equation to construct a rectangle of simplified the perimeter of the area the perimeter was wrongly written as 24 instead of 42. The length of a side was computed as 10 meter. What is the area of this problem? What are the length of the side of a rectangle in the correct problem? ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറയണേ നമ്മൾ പ്രോബ്ലം ചെയ്തോണ്ട് നമുക്ക് സാധാരണ സംഭവിക്കുന്നത് തെറ്റാണ്.
എന്ത് പറഞ്ഞു നമ്മളോട് അല്ലെ? നമ്മളെ പെരിമീറ്റർ നമ്മൾ 42 എഴുതുന്ന പകരം ആര് എഴുതി? നമ്മള് 24 എന്ന് എഴുതി. അങ്ങനെ കിട്ടിയപ്പോ എനിക്ക് എത്ര ആൻസർ കിട്ടി? 10 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ എന്തിനാണ് ഇതിന്റെ ലെങ്ത് എത്ര, ബ്രെഡ്ത്ത് എത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അത്രേ ഉള്ളൂ ചോദ്യം. നമ്മൾ സാധാരണ ചെയ്തപ്പോ 42 അറിയാൻ മാറി 24 എഴുതുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്ത് 10 കിട്ടി എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്കിവിടെ നമുക്ക് എവിടെ തുടങ്ങിയാൽ മതി? തെറ്റായ രീതിയിൽ ചെയ്ത് അങ്ങനെ പോവാം. നമുക്കറിയാം പെരിമീറ്റർ എത്ര ഇവിടെ പറയണേ? പെരിമീറ്റർ ആണ് അവർ തെറ്റായി എഴുതി എന്ന് പറഞ്ഞത്. പെരിമീറ്റർ ഈക്വൽ ടു 24 എന്ന് എഴുതി. അപ്പൊ ആ തെറ്റായി എഴുതിയപ്പോ ലെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എത്ര കിട്ടി അവർക്ക്? 10 കിട്ടി എന്ന് പറഞ്ഞു. നമുക്കറിയാം പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പെരിമീറ്റർ ഈക്വൽ ടു 24 ആണ്. അപ്പൊ 2 into length plus breadth equal to 24. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 24/2 എന്ന് പറഞ്ഞാൽ 12. ഇനി എന്ത് ചെയ്തു? ആ ലെങ്ത്തിന്റെ വാല്യൂ കൊടുത്തു. 10 plus b ലെങ്ത് ബ്രെഡ്ത്ത് ഈക്വൽ ടു 12. അപ്പൊ ബ്രെഡ്ത്ത് ഈക്വൽ ടു 12 minus 10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 2 കിട്ടി. അപ്പൊ നമ്മൾ ഇനി പറഞ്ഞ എന്താണ്? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദിസ് പ്രോബ്ലം? ഏത്? 10 കിട്ടിയപ്പോൾ ഉള്ള ഏരിയ കാണാം. അപ്പൊ ഏരിയ ഈക്വൽ ടു നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2. അപ്പൊ എത്രയായി? 20 centimeter square ആണ് നമുക്ക് കിട്ടിയത്. ഇനി കറക്റ്റ് ആണെങ്കിൽ ഏത്? 42 നമ്മൾ കറക്റ്റ് ആണെങ്കിൽ ഉള്ള പ്രശ്നങ്ങളാണ് ഇനി എഴുതാൻ പോകുന്നത്. അപ്പൊ കറക്റ്റ് പെരിമീറ്റർ എത്രയാണ് വേണ്ടിയിരുന്നത്? 42 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഞാൻ 42 എഴുതി. അപ്പൊ പെരിമീറ്ററിലെ ഇക്വേഷൻ ചെയ്യുന്നത് 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു എത്രയാണ്? 42. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 42/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 21 ആണ്. ഞാനിവിടെ ലെങ്ത്തിന് എന്ത് കൊടുക്കുകയാണ്? എക്സ് കൊടുക്കുകയാണ്. അപ്പൊ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 21. ബ്രെഡ്ത്ത് ഈക്വൽ ടു 21 മൈനസ് എക്സ് ആയി മാറി. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയാണ്? 20 തന്നെയാണ് വരിക. കാരണം കറക്റ്റ് ആയിട്ട് ഇതിന് നമ്മൾ പെരിമീറ്റർ ആണ് മാറി എഴുതി എന്നാ പറഞ്ഞത്. അപ്പൊ ഏരിയ അപ്പോൾ എത്ര വരിക നമുക്ക്? അല്ലെ 20 ആണ്. അപ്പൊ ഏരിയ ഈക്വൽ ടു അല്ലെ എത്രയാണ്? 20 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെ കറക്റ്റഡ് ഏരിയ എന്ന് എഴുതാം. കറക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 20. അപ്പൊ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു 20. ലെങ്ത് നമ്മൾ എക്സ് കൊടുത്തിക്കണേ, ബ്രെഡ്ത്തിന് 21 മൈനസ് എക്സ് ഈക്വൽ ടു 20 ആണ്. 21x minus x square equal to 20. എന്ത് ചെയ്യാം? ഇതിനെ മറിച്ചിടാം. എങ്ങനെ എഴുതും? അല്ലെ മൈനസ് കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 21x ഈക്വൽ ടു മൈനസ് 20. ഇനി എന്ത് ചെയ്തു? മൈനസ് 20 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 21x പ്ലസ് 20 ഈക്വൽ ടു എത്രയാണ്? 0 ആണ് വന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാം? അതിനെ നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1, ബി എന്ന് പറഞ്ഞാൽ മൈനസ് 21, സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാണ്? നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 21 സ്ക്വയർ, 4 into a 1, സി എന്ന് പറഞ്ഞാൽ 20. ദാറ്റ് ഈസ് 441 മൈനസ് 80. അപ്പൊ 441 നിന്ന് എത്രയാ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? നമ്മൾ 80 ആണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. എത്ര കിട്ടും? 361 ആണ് ആൻസർ വരുന്നത്. ഇനി എന്ത് വേണം? ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് കണ്ടുപിടിക്കണം. ഇതിന്റെ അല്ലെ 361ന്റെ റൂട്ട്. അപ്പോ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞ എത്രയാണ്? റൂട്ട് ഓഫ് 361 എത്ര നമുക്ക് കിട്ടുന്നത്? 90 ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ആണ്. മൈനസ് ബി എന്ന് പറയുമ്പോൾ എത്രയാണ്? മൈനസ് മൈനസ് 21 പ്ലസ് ഓർ മൈനസ് 19/2 into 1. അപ്പൊ പ്ലസും പ്ലസ് മൈനസും മൈനസും പ്ലസ് ആയി 21 പ്ലസ് ഓർ മൈനസ് 19/2. അപ്പൊ 21 പ്ലസ് 19 ഡിവൈഡഡ് ബൈ 2, 21 മൈനസ് 19/2. അപ്പൊ 20 കൂടി ആരെ ആഡ് ചെയ്യുക? 19 ആഡ് എത്രയായി? 40/2. ഇത് എത്ര വരിക? അല്ലെ 2 divided by 2. ആൻസർ എത്രയാണ്? 20,1 ആയിട്ട് വരും. അപ്പൊ ലെങ്ത് എന്ന് പറയുമ്പോ ഇവിടെ എത്ര വരിക? അല്ലെ ലെങ്ത് ഈക്വൽ ടു 20 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് ഈക്വൽ ടു എത്രയാണ്? 1 സെന്റിമീറ്റർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? കറക്റ്റ് ഉള്ള ലെങ്ത്തും ബ്രെഡ്ത്തും 20ഉം 1ഉം ആണ്. ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ അറിയാതെ പെരിമീറ്റർ എഴുതിയപ്പോ 42ന്റെ പകരം 24 എഴുതി,
അവിടെ ലെങ്ത് 10 ആയിരുന്നു, അതിന്റെ പെരിമീറ്റർ അല്ലെ, അപ്പൊ ഇങ്ങനെ പോയി നമ്മൾ എന്ത് ചെയ്തു, ലെങ്ത് അതിന്റെ ബ്രെഡ്ത്ത് കണ്ടെത്തി, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇതിന്റെ കറക്റ്റഡ് ഏരിയയും എന്താണ്, സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് ഏരിയ ഈക്വൽ ടു 10 into 2 ആണ് 20 ആണ്. അപ്പൊ 20 സ്ക്വയർ. ഈ കറക്റ്റഡ് പെരിമീറ്റർ നമ്മൾ കണ്ടെത്തി, എന്തെങ്കിലും നമ്മൾ 42 ആണ് എഴുതി. അതിൽ നിന്ന് ലെങ്ത്തും ബ്രെഡ്ത്തും ഇക്വേഷൻ കണ്ടെത്തി. ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 21 മൈനസ് എക്സ്. ഇനി കറക്റ്റഡ് ഏരിയ നമുക്കറിയാം 20 ആണ്, കാരണം യാതൊരു മാറ്റൊന്നും ഇല്ലാന്ന്. കറക്റ്റഡ് പെരിമീറ്റർ അല്ലെങ്കിൽ കറക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 20 ആണ്. അതിൽ നിന്ന് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടെത്തി. ഇനി ഇതേപോലെ ഒരു പ്രോബ്ലം കൂടിയാണ് നമുക്ക് ഫിഫ്ത്ത് വൺ. ഇനി കോപ്പി എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ടു സോൾവ് ഇറ്റ്. The term without x has written as 24 instead of minus 24. The answer found by 4 and 6. What are the answer? Corrected problem. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ എന്താ പറഞ്ഞ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, നമ്മൾ ഒന്ന് എഴുതിയെടുക്കാൻ പോയി. അപ്പൊ എക്സ് ഇല്ലാത്ത ഭാഗം എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ടേമിന് നമ്മളെ 24 എഴുതുന്ന പകരം നമ്മൾ എന്ത് എഴുതി, അല്ലെ എന്ത് എഴുതി, -24 എഴുതി. എന്താണ്, നമ്മള് എക്സ് ഇല്ലാത്ത ഭാഗത്ത് നിന്ന് എന്ത് എഴുതി, അല്ലെ, നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, ഇതിൽ സി ആണ് എക്സ് ഇല്ലാത്ത ഭാഗം. അപ്പൊ ആ എക്സ് ഇല്ലാത്ത ഭാഗത്ത് 24 എഴുതുന്ന പകരം, അല്ലെ, -24 എഴുതുന്ന പകരം നമ്മൾ എന്ത് എഴുതി, 24 എന്ന് എഴുതിപ്പോയി. അപ്പൊ എന്ത് കിട്ടിയ ആൻസർ, 4ഉം 6ഉം കിട്ടിപ്പോയി. അങ്ങനെയാണെങ്കിൽ കറക്റ്റഡ് പ്രോബ്ലത്തിന്റെ ആൻസർ എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കോപ്പി ചെയ്ത് എഴുതായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, സി ഇല്ലാത്ത പകരത്ത് നിന്ന് നമ്മൾ എന്താ എഴുതേണ്ടിരുന്നത്, ഇവിടെ ഒരു -24 ആണ് എഴുതേണ്ടത്. അതിന്റെ പകരം നമ്മൾ എന്ത് എഴുതിപ്പോയി അറിയാതെ, നമുക്ക് അല്ലെ +24 എഴുതി. നമ്മൾ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആൻസർ പേപ്പറിൽ എഴുതുമ്പോൾ തെറ്റി പോകാറുണ്ട്, അല്ലെ, ഇങ്ങനെ അറിയാതെ മാറി എഴുതാറുണ്ട്. അതേപോലെ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ അവരെന്ത് പറഞ്ഞത്, ഈ കറക്റ്റഡ് പ്രോബ്ലത്തിന്റെ ആൻസർ എന്തായിരിക്കും എന്നാ പറഞ്ഞത്, വിൽ ബി ഫൗണ്ട്. ഫസ്റ്റ് നമ്മൾ തെറ്റിപ്പോയപ്പോ ആൻസർ 4ഉം 6ഉം കിട്ടി. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, ഇപ്പൊ നമ്മൾ ഇക്വേഷൻ കോപ്പി ചെയ്താന്ന് പറഞ്ഞത്, അല്ലെ. അപ്പൊ കോപ്പീഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന, കോപ്പി ഇക്വേഷൻ ചെയ്ത് നമ്മള് ax² പ്ലസ് bx പ്ലസ് 24 ഈക്വൽ ടു 0, അല്ലെ, നമ്മളിവിടെ എഴുതി വെച്ചിരുന്നു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് എക്സിന്റെ വാല്യൂ, അല്ലെ, നമുക്ക് കിട്ടിയ വാല്യൂ 4ഉം 6ഉം ആണെന്നാ പറഞ്ഞത് നമ്മളോട്, അല്ലെ. 4ഉം 6ഉം ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിന് എന്ത് എയും ബിയും നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടി വരും, അല്ലെ. എ വാല്യൂ എന്ത്, ബി വാല്യൂ എന്ത് എന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കറക്റ്റഡ് എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കുകയാണ്, ഇവിടെ 4 കൊടുക്കുകയാണ്. അപ്പൊ എന്തിട്ടി, അല്ലെ, a into 4² പ്ലസ് b into 4 plus 24 equal to 0. That is 16a plus 4b plus 24 equal to 0. അല്ലെ, ഇവിടെ കോമൺ ആയിട്ട് ടേംസുകളെല്ലാം 4 ഉണ്ട്. അപ്പൊ 4 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവിഷൻ നടത്തുക. അപ്പൊ 4a പ്ലസ് b പ്ലസ് എന്തായി 6 ഈക്വൽ ടു 0. ഞാൻ 4a പ്ലസ് b ഈക്വൽ ടു -6 ആക്കി അതിന് ഇക്വേഷൻ 1 ആക്കി എഴുതി. ഇനി വേറൊരു മെത്തേഡ് ഒക്കെ ഉണ്ട്, നമ്മളത് പോളിനോമിയൽ പഠിക്കുമ്പോൾ ചെയ്യാം. ഇനി ഇതേപോലെ എക്സിന് എന്ത് കൊടുത്താണ്, അത് അറിയാതെ പോയ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4ഉം 6, അതിൽ 4 ആദ്യം കൊടുത്തു, 6 കൊടുത്തു. അപ്പൊ അടുത്ത നമ്പർ എന്താ, a into 6² plus b into 6 plus 24 equal to 0. That is 36a et plus 6b et plus 24 equal to 0. കോമൺ ആയിട്ട് ആരുകൊണ്ട് ക്യാൻസലേഷൻ, 6നെ ക്യാൻസൽ ചെയ്തു. അപ്പൊ 6a, അല്ലെ, അപ്പൊ ഡിവൈഡഡ് ബൈ 6, അല്ലെ, 6a b പ്ലസ് എന്തായി 4 ഈക്വൽ ടു 0. അപ്പൊ 6a പ്ലസ് b ഈക്വൽ ടു -4, ഇക്വേഷൻ 2 കൊടുത്തു. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, ഇക്വേഷൻ എ എന്ന് പറഞ്ഞാൽ, അല്ലെ, 4a പ്ലസ് b ഈക്വൽ ടു -6, ഇക്വേഷൻ 1. ഇനി ഇക്വേഷൻ ബി എന്ന് പറഞ്ഞാൽ 6a പ്ലസ് b ഈക്വൽ ടു -4, ഇക്വേഷൻ 2. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ 2 അല്ലെങ്കിൽ ഇക്വേഷൻ 2 നിന്ന് ഇക്വേഷൻ 1 എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 6a മൈനസ് 4a, അല്ലെ, അപ്പൊ b തമ്മിൽ എന്താവും, ക്യാൻസൽ ആവും. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. 6a നിന്ന് 4a സബ്ട്രാക്ട് ചെയ്യുക, ഈക്വൽ ടു -4 മൈനസ് -6 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, അല്ലെ, 6a മൈനസ് 4a ഈക്വൽ ടു, ഈ സ്റ്റെപ്പ് എന്തായിരുന്നു, മൈനസും മൈനസും പ്ലസ്,
അപ്പൊ -4 പ്ലസ് 6 ആയി മാറി. ദാറ്റ് ഈസ് 2a ഈക്വൽ ടു പ്ലസ് 2 ആയി മാറി. a ഈക്വൽ ടു 2/2 ഈക്വൽ ടു 1. അപ്പൊ a ന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? നമുക്ക് 1 ആണ് വരുന്നത്. ഇനി എന്ത് ചെയ്യാ? a ഈക്വൽ ടു 1 എന്ത് ചെയ്യാ? ഒന്നില്ലെങ്കിൽ ഇക്വേഷൻ 1ലോ ഇക്വേഷൻ 2ലോ കൊടുക്കുക. ഞാൻ ഇക്വേഷൻ 1ലേക്കാണ് കൊടുക്കുന്നത്. എന്താണ്? 4a പ്ലസ് b ഈക്വൽ ടു -6 ആണ് ഇക്വേഷൻ എ. അപ്പൊ a ഈക്വൽ ടു 1 ആണ്. അപ്പൊ പ്ലസ് b ഈക്വൽ ടു -6. അപ്പൊ 4 പ്ലസ് b ഈക്വൽ ടു -6, b ഈക്വൽ ടു -6 മൈനസ് 4 ഈക്വൽ ടു -. അപ്പൊ a ഈക്വൽ ടു 1, b ഈക്വൽ ടു -10. അപ്പൊ എന്തായി നമുക്ക് ഇക്വേഷൻ വരുന്നത്? അല്ലെ, നമ്മള് കറക്റ്റ് കോപ്പീഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ax² പ്ലസ് bx പ്ലസ് 24 ഈക്വൽ ടു 0 ആയിരുന്നു. ഇവിടെ a ന്റെ സ്ഥാനത്ത് എത്രയായിരുന്നു? 1 ആണ്. അപ്പൊ 1x², b ന്റെ സ്ഥാനത്ത് 10x പ്ലസ് 24 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് x² മൈനസ് 10x പ്ലസ് 24 ഈക്വൽ ടു എത്രയാണ്? 0 ആയിട്ടാണ് വന്നത്. ഇനി ഇത് നമുക്ക് എന്ത് കിട്ടി? x² മൈനസ് 10x പ്ലസ് 24 ഈക്വൽ ടു 0 എന്ന രീതിയിലേക്ക് നമ്മൾ എത്തി. ഇത് നമ്മൾ കണ്ടെത്തി അല്ലെ? ഈ മാറി കൊടുത്തപ്പോ നമുക്ക് കിട്ടിയത് 4ഉം 6ഉം ആണ്. ആൻസർ ഇസ് ഫൗണ്ട് 4 and 6. അത് കണ്ടെത്തിയപ്പോൾ നമുക്ക് എയും ബിയും കണ്ടെത്തി. നമ്മുടെ ക്വസ്റ്റ്യൻ കറക്റ്റഡ് പ്രോബ്ലത്തിന്റെ ആൻസർ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? കറക്റ്റഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലെ, കറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് 24ന് പകരം എന്ത് കൊടുത്താൽ മതി അല്ലെ? -24 ഈക്വൽ ടു 0 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ എക്സ് വാല്യൂ കണ്ടെത്തുക. അപ്പൊ നമ്മൾ ആദ്യം b² മൈനസ് 4ac കണ്ടുപിടിക്കുകയാണ്. b ഇവിടെ a എന്ന് പറഞ്ഞാൽ 1, b എന്ന് പറഞ്ഞാൽ -10, c ഈക്വൽ ടു -24. അപ്പൊ -10 ഹോൾ സ്ക്വയർ മൈനസ് എന്തായി? 4 into a 1, c എന്ന് പറഞ്ഞാൽ 24 ആണ്. ഈക്വൽ ടു ഇവിടെ 100 മൈനസ് മൈനസ് പ്ലസ് എത്രയായി അല്ലെ? 4 into 20 അല്ലെ? 24 എന്ന് പറഞ്ഞാൽ 96 ഈക്വൽ ടു 196 ആയി. അപ്പൊ ഇനി റൂട്ട് ഓഫ് b² മൈനസ് 4ac എന്ന് പറഞ്ഞാൽ റൂട്ട് 196 ഈക്വൽ ടു എത്ര കിട്ടി അല്ലെ? റൂട്ട് 96 എന്ന് പറയുമ്പോൾ 14 ആണ്. ഇനി നേരെ എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? അപ്പൊ എക്സ് ഈക്വൽ ടു എന്താണ് നമുക്ക് ഇക്വേഷൻ? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a ആണ്. ഇവിടെ b ന്റെ സ്ഥാനത്ത് -10 ആണ്, b² മൈനസ് 14 ആണ്, a ന്റെ സ്ഥാനത്ത് 1. അപ്പൊ മൈനസ് മൈനസ് അല്ലെ? മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആയി. അപ്പൊ +10 പ്ലസ് ഓർ മൈനസ് 14/2. അപ്പൊ 10 പ്ലസ് 14/2, 10 മൈനസ് 14/2 ആണ് ഈക്വൽ ടു 24/2. ദാറ്റ് ഈസ് ഇവിടെ എത്ര? 10 അല്ലെ? -4 4/2. ദാറ്റ് ഈസ് 12,2 ആണ് ഇവിടെ അല്ലെ ആൻസർ ആയിട്ട് അല്ലെ? 2, ഇവിടെ -4/2 ആണ്. ദാറ്റ് ഈസ് 12,-2 ആയിട്ടാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താണ് അല്ലെ? നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കോപ്പി ചെയ്തപ്പോ അല്ലെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ? 24ന്റെ പകരം അല്ലെ -24 ഞാൻ +24 ആക്കി എഴുതി. അപ്പൊ അതിൽ നിന്ന് ഞാൻ എന്ത് കണ്ടെത്തി അല്ലെ? ഈ എയും ബിയും ഞാൻ കണ്ടെത്തി. അത് പിന്നെ എന്ത് മാറ്റി എഴുതി? ഞാൻ ഇതിന്റെ വാല്യൂ അല്ലെ സിന്റെ മാല് കറക്റ്റഡ് ഇക്വേഷൻ ആക്കി ഞാൻ എഴുതി. കറക്റ്റ് ഇക്വേഷൻ ആക്കി എഴുതുമ്പോ -24 ആക്കി എഴുതി. എന്നിട്ട് അതിന്റെ നമ്മൾ എന്ത് കണ്ടെത്തി? എക്സിന്റെ വാല്യൂ കണ്ടെത്തി. അപ്പൊ എന്താവും? 12, -2 ആണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് അതിന്റെ സ്റ്റെപ്പ് ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി. അതോടുകൂടി ചാപ്റ്ററും എന്തായി? കംപ്ലീറ്റ് ആയി.